നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇൻകം ടാക്സ് ബിൽ 2025 പറ്റിയാണ് നോക്കാൻ പോകുന്നത് ആദ്യം. അപ്പോൾ ഇൻകം ടാക്സ് ബിൽ 2025 എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ഫെബ്രുവരി 13, 2025. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫെബ്രുവരി 13, 2025 ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 1961 റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. This act provides a simplified, modified tax frame with reduced sections. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് മോഡിഫൈഡ് ആയിട്ടുള്ള ടാക്സ് ഫ്രെയിം വർക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. അതും സെക്ഷൻസിന്റെ എണ്ണമൊക്കെ വളരെ കുറവാണ്. നമുക്ക് 700+ സെക്ഷൻസ് ആണ് നമ്മുടെ ഓൾഡ് ഇൻകം ടാക്സ് ആക്ടിലുള്ള. എന്നാൽ പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ 534 സെക്ഷൻസേ ഉള്ളൂ. 534 സെക്ഷൻസിൽ താഴെ മാത്രമേ ഉള്ളൂ. ഇനി ഇതിന് ജനറലി നമ്മൾ അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റിനെ ഇത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. പകരം നമുക്ക് ടാക്സ് ഇയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഉള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് മെയിൻലി ഇതിപ്പോ ഇഫക്റ്റീവ് ആവാൻ പോകുന്നത് 1 ഏപ്രിൽ 2026 തൊട്ടാണ്. ഈ പുതിയ ആക്ട് എന്ന് പറയുന്നത് കുറേ അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്. അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 വന്നതിന് ശേഷം കുറേ അമെൻമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അതെല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ടാക്സ് ഇയർ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഇയറിലാണോ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത്, അതിന് ഏത് ഇയറിലാണോ ടാക്സ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ടാക്സ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇനി അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഏത് ഇയറിൽ ടാക്സ് ചെയ്യും അതാണ് ടാക്സ് ഇയർ. അതായത് ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ടാക്സ് ഇയർ എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചർ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. ഇവിടെ സ്ട്രക്ചർ ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പെൻഡിങ് കേസസ്, അതാണ് ലിറ്റിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരുപാട് പെൻഡിങ് കേസസ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഇൻകം ടാക്സ് ആക്ട് 1961 ഉള്ള കാരണം. അപ്പൊ നമ്മളിപ്പോ പുതിയ ആക്ട് വരുമ്പോൾ അത്രയ്ക്ക് ലിറ്റിഗേഷൻസ് ഒന്നും വരാണ്ട് മാക്സിമം ടേംസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. പുതിയ ഇൻകം ടാക്സ് ആക്ടില് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാ അവർ ശ്രമിക്കുന്നത്. പിന്നെ ഉള്ളത് TDS. TDSന്റെ സെക്ഷൻ എന്ന് പറയുന്നത് ക്ലോസുകളാക്കി മാറ്റിയിട്ടുണ്ട്. TDSന്റെ സെക്ഷൻ എന്ന് പറയുന്നത് മുമ്പ് 192, 194, 194H അങ്ങനെ പല 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 സെക്ഷനുകളായിട്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഒരൊറ്റ സെക്ഷൻ തന്നിട്ട് അതിനകത്ത് ക്ലോസുകളാക്കിയാണ് നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ളത് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്. വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിക്ക ആൾക്കാരും വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ വെർച്വൽ ഡിജിറ്റൽ അസറ്റ് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഷെയർസോ ക്രിപ്റ്റോ കറൻസീസോ ഇതൊക്കെ, അതായത് ഫോറിൻ ഷെയർസ് ഒക്കെ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ആയിട്ട് പറയാം. നമ്മളെ ക്രിപ്റ്റോ കറൻസീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ അതല്ല നമ്മൾ ഡോളേഴ്സ്, അപ്പോൾ നമ്മൾ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ഡിക്ലെയർ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ നമുക്ക് ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. അപ്പൊ ആ ആപ്പുകൾ വഴിയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെർച്വൽ ഡിജിറ്റൽ അസറ്റ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സെക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടാക്സ് റെജീം. While the structure is modernized, the foundational tax rate and regime largely remains same. അതായത് നമ്മുടെ ടാക്സിന്റെ ബേസിക് സ്ട്രക്ചർ ഒന്നും മാറിയിട്ടൊന്നുമില്ല. നമ്മുടെ ബേസിക് സ്ട്രക്ചർ എപ്പോഴും സെയിം തന്നെയാണ്. ബട്ട് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫിനാൻസ് ആക്ട് 2025 വെച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സെക്ഷൻസിനെയൊക്കെ കുറച്ച് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തിരിക്കുക. അപ്പൊ മാനുവലി നമുക്ക് അധികം കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരുന്നില്ല ഇവിടെ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ തന്നെ ഡിജിറ്റൽ ഫസ്റ്റ് അപ്രോച്ച് ആണ്. ഫേസ്ലെസ് അസസ്മെന്റ് ആണ്. അതായത് ആദ്യം നമ്മൾ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ വെരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് നോട്ടീസ് ഒക്കെ വരുന്നത്, മിസ്മാച്ചിന്റെ നോട്ടീസ് ഒക്കെ വരുന്നത്. അല്ലാതെ മാനുവലി ചെയ്യുന്ന കാര്യങ്ങൾ കുറവാണ് ഇപ്പോൾ. അപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഇൻകം ടാക്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയും ഇൻകം ടാക്സ് ബിൽ 2025 നമുക്ക് കൂടുതലായിട്ട് ഈസിയർ ആക്കാൻ വേണ്ടി, നമ്മളെ വർക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സെക്ഷൻസും കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ചേഞ്ചസിനെ പറ്റി നോക്കാം. ഇൻകം ടാക്സ് ആക്ട് 2025 ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10 ചേഞ്ചസ് മാത്രമാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം. ന്യൂ ഇൻകം ടാക്സ് ആക്ട് 2025 അനൗൺസ്ഡ് ഓൺ
ആപ്ലിക്കബിൾ ഫ്രം 1st April 2026. ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത് 1st April 2026 തൊട്ടാണ്. ഇപ്പൊ ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ടും ഇൻകം ടാക്സ് ആക്ട് 1961 റീപ്ലേസ് ചെയ്തിട്ട് ഇൻകം ടാക്സ് ആക്ട് 2025 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാം. അപ്പൊ ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ലീഗൽ ലാംഗ്വേജ് ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പുതിയ ആക്ട് തയ്യാറാക്കിയേക്കുന്നത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പെൻഡിങ് കേസസ് അതൊക്കെ വരാനുള്ള ചാൻസസ് കുറയ്ക്കുക, അതാണ് മെയിൻ ഉദ്ദേശം. പിന്നെ നമ്മളെ ഇന്റർപ്രിട്ടേഷൻ ഡിസ്പ്യൂട്ട്, ഇപ്പൊ നമുക്കറിയാം ലീഗൽ വേർഡ്സ് പല രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. അങ്ങനെ മാക്സിമം ഇന്റർപ്രിട്ടേഷൻ ഡിസ്പ്യൂട്ട്സ് വരാത്ത രീതിയിലാണ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ സിറ്റിസൺ ഫ്രണ്ട്ലി ആയിട്ടും ഡിജിറ്റൽ ആയിട്ടുമാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുക. പുതിയ ആക്ട് വരുമ്പോഴത്തേക്കും കൂടുതലും ഡിജിറ്റലി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെയിം ടാക്സ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ എന്ത് ടാക്സ് പ്രിൻസിപ്പിൾ ആണോ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സെയിം പ്രിൻസിപ്പിൾസ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. നമ്മുടെ ടാക്സ് സ്ട്രക്ചർ കുറച്ചുകൂടെ സിമ്പിൾ ആയി എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് കുറച്ചുകൂടെ സിമ്പിൾ ആയി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സെക്ഷൻസിനെയൊക്കെ റീനമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സെക്ഷൻസ് ഇപ്പൊ എല്ലാ സെക്ഷൻസും അവിടെ തന്നെ ഉണ്ട്. 1961 എല്ലാ സെക്ഷൻസും ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. സെക്ഷൻ നമ്പേഴ്സ് മാറ്റിയിട്ടുണ്ട്, സെക്ഷന് റീനമ്പർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ലോജിക്കൽ അറേഞ്ച്മെന്റിൽ റീനമ്പർ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഡെഫിനീഷൻസ് തന്നിട്ടുണ്ട്. പ്രൊവിഷൻസിന്റെ എണ്ണം വളരെ കുറച്ചിട്ടുണ്ട്. അതായത് ആവശ്യമുള്ള പ്രൊവിഷൻസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ, ആവശ്യമുള്ള പ്രൊവിഷൻസ് മാത്രം നമുക്ക് മതി. എല്ലാ ഡെഫിനീഷൻസും ക്ലിയർ ആണ്. പിന്നെ നമ്മളെ ഡിജിറ്റൽ കംപ്ലൈന്റ് സിസ്റ്റം എങ്ങനെ നമുക്ക് ബെറ്റർ ഡിജിറ്റലി കംപ്ലൈന്റ് ആവാം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തരുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത് 1st April 2026 തൊട്ടിട്ടേ ഉള്ളൂ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ടാക്സ് ഫിലോസഫി ചേഞ്ച് ചെയ്യല്ല, ടാക്സ് ലോയിനെ സിംപ്ലിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഉള്ളത് നമ്മുടെ ടാക്സ് ലാബാണ്. ടാക്സ് ലാബ് ന്യൂ റെജീമിന്റെ ടാക്സ് ലാബ് മാത്രം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ന്യൂ റെജീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ന്യൂ റെജീമിന്റെ ടാക്സ് ലാബ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ന്യൂ റെജീമിന്റെ ടാക്സ് ലാബ് ഓൾഡ് റെജീമിന്റെ ടാക്സ് ലാബായിട്ട് കമ്പയർ ചെയ്തിരിക്കുക. അതിനു മുമ്പ് ന്യൂ റെജീമിന്റെ ടാക്സ് ലാബിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 0 to 4 lakhs വരെ നമുക്ക് ടാക്സ് ഇല്ല. 0 to 4 lakhs വരെ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. 4 lakh to 8 lakh വരെ 5%, 8 lakh to 12 lakh 10%, 12 lakh to 16 lakh 15%, 16 lakh to 20 lakh 20%, 20 lakh to 24 lakh 25%, above 24 lakhs 30%. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇവിടെ നമ്മുടെ പുതിയ ടാക്സ് റെജീം പോകുന്നത്. അപ്പൊ 4 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സബിൾ അല്ല, ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ഓൾഡ് റെജീം അനുസരിച്ചാണെങ്കിൽ നമുക്ക് 2.5 lakhs എബവ് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ എലിജിബിൾ ആവും. അതായത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടെങ്കിൽ പോലും നമ്മൾ റിട്ടേൺ ലയബിലിറ്റി നമുക്കുണ്ട്. നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യണം. അപ്പോൾ ഇത് ബിലോ 60 years ആണെങ്കിലാണ് ഈ പറയുന്നത്. ബിലോ 60 years ആണെങ്കിൽ 2.5 lakhs അബവ് സാലറി ഉള്ള എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യണം എന്ന് തന്നെയാണ് ആക്ട് പറയുന്നത്. അപ്പൊ ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ 4 lakhs വരെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ബട്ട് എപ്പോഴും നമ്മുടെ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി ന്യൂ റെജീം ഫോളോ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് റിബേറ്റ് ഉണ്ട്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A, അതായത് 12 lakhs വരെ നമുക്ക് എന്ത് ചെയ്യണ്ട, ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, 12 lakhs വരെ നമുക്ക് റിബേറ്റ് അവൈൽ ചെയ്തെടുക്കാം. 87A നമുക്ക് ടാക്സ് കൊടുക്കണ്ട. ഇനി സാലറീഡ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് 12,75,000 വരെ ടാക്സ് ഫ്രീ ആ. കാരണം 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് കറക്റ്റ് 75,000 എന്ന് പറയുന്ന എമൗണ്ട് വേറെ ഒരു എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ നേരിട്ട് നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ സാലറീഡ് എംപ്ലോയീസിന് ഇത് കുറച്ചുകൂടെ നല്ല ബെനിഫിറ്റ് ആണ്. അവർക്ക് ഒരു ഒറ്റ റേറ്റ് ആയിട്ട് 12,75,000 വരെ അവർക്ക് ടാക്സ് അടയ്ക്കണ്ട. ഇനി നിങ്ങൾക്ക് ഓൾഡ് റെജീം ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടാക്സ് ലാബ് എന്ന് പറയുന്നത്
ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യം അപ് ടു 2,50,000 വരെ നമുക്ക് നിൽ റേറ്റ് ആണ്. 2,50,000 to 5 lakh എന്ന് പറയുന്നത് 5%. 5% എത്രയാണ് നിങ്ങളുടെ 2,50,000 മുകളിലുള്ള ഇൻകം അതിന്റെ 5%. അപ്പൊ ആ രീതിയിലാണ് സ്ലാബ് വരുന്നത്. പിന്നെ റേറ്റ് എന്ന് പറയുന്നതും നമുക്ക് എന്താ 5 lakhs തൊട്ടാണെങ്കിൽ മാത്രമാണ്. ഇത് ആക്ച്വലി 60 years എബവ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാ, സൂപ്പർ സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ. അവർക്ക് 5 lakhs എബവ് തൊട്ട് ടാക്സ് പേ ചെയ്താൽ മതി. അപ്പൊ അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് അവർക്ക് 2,50,000 എബവ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സബിൾ ആണ്. 3 lakh to 5 lakh അവർക്ക് 10% ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ എപ്പോഴും ഇപ്പോഴത്തെ നമ്മൾ ഗവൺമെന്റ് ട്രൈ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ പുതിയ ടാക്സ് റെജീം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓൾഡ് റെജീം വേണോ ന്യൂ റെജീം വേണോ എന്ന് എങ്ങനെ തീരുമാനിക്കും? അപ്പൊ ചൂസ് ദ ന്യൂ ടാക്സ് റെജീം. നിങ്ങൾ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്? യു ഹാവ് സാലറി ഇൻകം ഉള്ളി. സാലറി ഇൻകം മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ന്യൂ റെജീം തന്നെ ചൂസ് ചെയ്യാം. ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഓർ ഡിഡക്ഷൻസ്. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സും ഡിഡക്ഷൻസും മാത്രമേ ഉള്ളൂ. ഒരു 50,000 അല്ലെങ്കിൽ 1,50,000 അത്രയൊക്കെ ഡിഡക്ഷൻ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും ന്യൂ റെജീം എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ മാക്സിമം ടേക്ക് ഹോം ഇൻകം നമുക്ക് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ന്യൂ റെജീം തന്നെയാണ് ബെറ്റർ. കാരണം ഓൾഡ് റെജീം ആണെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് ടാക്സബിൾ ആയിട്ട് വരും. ഇപ്പൊ ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ കാണാം. ന്യൂ റെജീമും ഓൾഡ് റെജീമും കമ്പയർ ചെയ്യുമ്പോൾ മിക്കവർക്കും ന്യൂ റെജീമിലായിരിക്കും ടാക്സ് കുറവ്. ഇനി സിമ്പിൾ കംപ്ലയൻസ്. നമുക്ക് ഓൾഡ് റെജീമിൽ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യണം. ഈവൻ നമുക്ക് പോളിസി ഉണ്ടെങ്കിലും പോളിസിയുടെ എമൗണ്ട്, അതിന്റെ പ്രീമിയം എമൗണ്ട്, പ്രീമിയം പേ ചെയ്യുന്ന ഡേറ്റ്, ഒരുപാട് ഡീറ്റെയിൽസ് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ന്യൂ റെജീമിലാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി ഓൾഡ് റെജീം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എപ്പം നിങ്ങൾക്ക് HRA ക്ലെയിം ചെയ്യാനുണ്ട്, ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനുണ്ട്, ATC ATD, അതായത് നമ്മളെ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് ഒരുപാടുണ്ട്. നിങ്ങളുടെ ഡിഡക്ഷൻ മാത്രം ഒരു 3 to 4 lakhs ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് റെജീം തന്നെ ആയിരിക്കും ബെറ്റർ. ഇനി നമുക്ക് ഫിനാൻഷ്യൽ ഇയർ 23-24 തൊട്ട് നമ്മുടെ ന്യൂ ടാക്സ് റെജീമാണ് ഡിഫോൾട്ട് ടാക്സ് റെജീം. അപ്പൊ അത് നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. സാലറീഡ് എംപ്ലോയീസിനാണെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും പഴയ റെജിമിൽ നിന്ന് പുതിയതിലോട്ട് മാറാം, അതേപോലെ പുതിയതിൽ നിന്ന് പഴയതിലോട്ടും മാറാം. ബട്ട് ബിസിനസ് ആൻഡ് പ്രൊഫഷന്റെ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. അവർക്ക് ഒരു പ്രാവശ്യമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇൻഡിവിജ്വൽസ് ആണ് എല്ലാ വർഷവും അവർക്ക് ഓപ്റ്റ് ഇൻ ആൻഡ് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ടാക്സ് കമ്പാരിസണും കൂടെ ഒന്ന് നോക്കാം. ടാക്സ് കമ്പാരിസൺ വരുമ്പോഴത്തേക്കും ഇവിടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഓൾഡ് റെജീമിൽ 2,50,000 ആണ്. അതിന് മുകളിലോട്ട്, അതായത് 3 lakh എബവ് ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ടാക്സ് പേ ചെയ്യേണ്ടി വരും. പിന്നെ ന്യൂ ടാക്സ് റെജീമിന് 4 lakh എബവ് ആണ് നമ്മൾ ടാക്സ് പേ ചെയ്താൽ മതി. ഇനി ടാക്സ് ലാബ് നോക്കുവാണെങ്കിൽ ഫ്യൂവർ ടാക്സ് ലാബ് ആണ്, പക്ഷെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ടാക്സ് ലാബ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും, പക്ഷെ നമുക്ക് ടാക്സ് റേറ്റ് കൂടുതലായിരിക്കും. ഇവിടെ ടാക്സ് ലാബുകളുടെ എണ്ണം കൂടുതലുണ്ട്, പക്ഷെ ലോവർ റേറ്റ് ഓഫ് ടാക്സ്, അതായത് 5% ടാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലോവർ റേറ്റ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ടാക്സ് ഫ്രീ ഇൻകത്തിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്ന റിബേറ്റ് എന്ന് പറയുന്നത് 5 lakhs വരെയൊക്കെ, അത്രേ നമുക്ക് ഓൾഡ് റെജീമിൽ റിബേറ്റ് കിട്ടത്തുള്ളൂ 87. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, 12,75,000 വരെ, അതായത് സാലറിക്കാർക്ക് 12,75,000 വരെയും അല്ലാത്തവർക്ക് 12 lakhs വരെയും റിലീഫ് കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഓൾഡ് റെജീമിൽ സാലറിക്ക് 50,000 ഉള്ളൂ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ന്യൂ റെജീം ആണെങ്കിൽ 75,000 കിട്ടും. റിബേറ്റിന്റെ കേസ് ആയാലും 12,500 വരെ മാക്സിമം റിബേറ്റ് ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കിയാൽ 60,000 വരെ നമുക്ക് റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും ന്യൂ റെജീമിൽ. HRAയുടെ എക്സംഷൻ, അപ്പോൾ HRA, ATC, ATD, ഹോം ലോൺ, ചാപ്റ്റർ 6 അതർ ഡിഡക്ഷൻസ്, ഇതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾഡ് റെജീം തന്നെ എടുക്കണം. ന്യൂ റെജീമിൽ ഈ പറയുന്ന ഒന്നും തന്നെ നമുക്ക് കിട്ടത്തില്ല. ഇനി TDS ഓർ TCS കംപ്ലയൻസ്. അപ്പൊ TDSും TCS കംപ്ലയൻസ് ഇവിടെ നോർമൽ, ഇവിടെ പക്ഷെ കുറച്ചുകൂടെ സിമ്പിൾ ആണ്, കാരണം ഹയർ ത്രഷോൾഡ് ലിമിറ്റ് വെച്ചിരിക്കുക. മുമ്പൊക്കെ നമ്മൾ ചെറിയ എമൗണ്ടുകൾ കൊടുത്താൽ പോലും TDSും TCSും ഒക്കെ കളക്ട് ചെയ്യണമായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, എമൗണ്ട് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്, എമൗണ്ട് കുറച്ചുകൂടെ ഹയർ എമൗണ്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീലാൻസേഴ്സ് ആയാലും കുറച്ച് ഓൾഡർ ആയിട്ടുള്ള ആൾക്കാർക്കായാലും കുറച്ച് എളുപ്പമാണ്.
TDS-ഉം TCS-ഉം ഒന്നും എപ്പോഴും ചെറിയ ത്രെഷോൾഡ് ലിമിറ്റിൽ നിന്നൊന്നും കട്ട് ചെയ്യത്തില്ല. എമൗണ്ട് ഇത്തിരി കൂടെ ഹയർ ആക്കിയിട്ടുണ്ട്. ഇനി മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾഡ് റെജീമിൽ ലിമിറ്റഡ് ആണ്. പക്ഷെ നമ്മുടെ ന്യൂ റെജീമിൽ അത് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാർജിനൽ റിലീഫ് എന്ന് വെച്ചാൽ എന്താന്ന് പറയാം. നമുക്ക് ഒരു 7 lakhs ആണ് നമ്മുടെ ഇൻകം. അപ്പൊ 7 lakhs വരെ നമുക്ക് ഈ കഴിഞ്ഞ വർഷം വരെ ടാക്സബിൾ അല്ല, നോൺ ടാക്സബിൾ ആയിരുന്നു. നമുക്ക് റിബേറ്റ് കിട്ടുമായിരുന്നു, നമുക്ക് റിലീഫ് അത് പോകും. അപ്പൊ പക്ഷെ ഇപ്പൊ 7,01,000 നമുക്ക് ഇപ്പൊ 7,01,000 ആണ് നമുക്ക് വന്ന സാലറി. അപ്പൊ ഒരു 1000 രൂപ കൂടി പോയത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അധികം ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മാർജിനൽ റിലീഫ് വെച്ചേക്കുന്നത്. അപ്പം മാർജിനൽ റിലീഫ് എന്തുവാന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ നമ്മുടെ എക്സസ് ഇൻകം അതിന് മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, അപ്പൊ എത്രയാണോ നമ്മുടെ എക്സസ് ഇൻകം അതിന് മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതി. ഇപ്പൊ ഇവിടെ എക്സസ് ഇൻകം 100 റുപ്പീസ്, ഇപ്പൊ 7,100,000 ആണെങ്കിൽ 100 റുപ്പീസ് മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സസ് ഇൻകം. ആ 100 റുപ്പീസ് ആയിരിക്കും നമുക്ക് മാക്സിമം അടയ്ക്കേണ്ടി വരുന്ന ടാക്സ്. ഒരിക്കലും നമ്മുടെ എക്സസ് ഇൻകത്തിനേക്കാൾ കൂടത്തില്ല നമുക്ക് അടയ്ക്കേണ്ടി വരുന്ന ടാക്സ്. അപ്പോൾ അങ്ങനെ ഓവർ ആയിട്ടുള്ള ടാക്സ് ബർഡൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർജിനൽ റിലീഫ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഉള്ളത് കോംപ്ലക്സിറ്റി. ഹൈ കോംപ്ലക്സിറ്റിയാണ്, കാരണം ഒരുപാട് ഡീറ്റെയിൽസ് വേണം. ഇപ്പോൾ ഓൾഡ് റെജീമിൽ നമുക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ. ബട്ട് ന്യൂ റെജീമിൽ അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റി വളരെ കുറവാണ്. അപ്പൊ ഒരുപാട് ഹൈ ഡിഡക്ഷൻസ് ഉള്ള ആൾക്കാർക്കാണ് ഓൾഡ് റെജീം ബെറ്റർ. സിമ്പിൾ ഇൻകം, അതായത് സാലറി ഇൻകം മാത്രമേ ഉള്ളൂ, ഒരുപാട് ഡിഡക്ഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും നല്ലത് ന്യൂ റെജീം തന്നെയാണ്. അപ്പൊ അതാ ടാക്സ് ലാബ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇപ്പൊ ഇനി നമുക്കുള്ളത് നോ ടാക്സ് ഡ്യൂ ടു ഹയർ റിബേറ്റ് അണ്ടർ 87A അപ് ടു ഹയർ ഇൻകം ലിമിറ്റ്. ഹയർ റിബേറ്റിന്റെ കേസ് തന്നെയാണ്. അപ്പൊ നമ്മളെ പുതിയ സിസ്റ്റത്തിലും റിബേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മളെ എൻറ്റയർ ഇൻകത്തിനും 0 ടാക്സ് ആണ്. ബട്ട് അതിനകത്ത് ചെറിയൊരു ഇൻകം ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് റിലീഫ് കിട്ടും. അത് നമ്മൾ പറഞ്ഞു, മാർജിനൽ റിലീഫിന്റെ കേസ് നമ്മൾ പറഞ്ഞു. For taxpayers up to higher income limit can reduce their entire tax liability to 0. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 12 lakhs വരെ ഉള്ളവർക്ക് അവർക്ക് ടാക്സ് ലയബിലിറ്റി 0 ആയിട്ട് മാറ്റാൻ പറ്റും ഈ ഒരു റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A ഉള്ളത് കൊണ്ട്. 0 ടാക്സ് അവർക്ക് അടച്ചാൽ മതി. അപ്പോൾ ടാക്സ് പേയബിളിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് റിബേറ്റിന്റെ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന ആരൊക്കെയാന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സാലറീഡ് ഇൻഡിവിജ്വൽസിനെ, ചെറിയ പ്രൊഫഷണൽസിനെ, പിന്നെ പെൻഷനേഴ്സിനെ. പുതിയ സ്കീം ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇത് കിട്ടും. ഇനി ഇതെന്ന് പറയുന്നത് നമ്മളെ ഇൻവെസ്റ്റ്മെന്റോ ഡിഡക്ഷൻസോ ഒന്നും തന്നെ ഇല്ലാത്ത ആൾക്കാർക്കും ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു TCS, സെയിൽ ഓഫ് ഗുഡ്സിന് മുമ്പ് TCS അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ സെയിൽ ഓഫ് ഗുഡ്സിന് TCS അപ്ലൈ ചെയ്യുന്നില്ല. കാരണം ഇപ്പം 10 crore മേലെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ TCS കളക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് ഇനി തൊട്ട് അങ്ങനെ കളക്ട് ചെയ്യില്ല. പിന്നെ സെയിൽ ടു എ ബയർ എക്സീഡ്സ് 50 lakh. 50 lakhs കൂടുതൽ ഒരു ബയർക്ക് നമ്മൾ സെയിൽ ചെയ്താൽ നമ്മൾ അവിടുന്ന് TCS കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ റൂൾസിലൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അവിടെ TCS ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ അത് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 206C സബ്സെക്ഷൻ 1H. അപ്പൊ ഇതിനെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ കംപ്ലയൻസ് ബർഡൻ കുറയ്ക്കാൻ, ട്രേഡേഴ്സിന്റെ കംപ്ലയൻസ് ബർഡൻ കുറയ്ക്കാൻ വേണ്ടി, പിന്നെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ആവാതിരിക്കും. അപ്പൊ TCS എന്ന് പറഞ്ഞ ഇത്രയും എമൗണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ ഒരു നല്ല കുറവ് വരും. പിന്നെ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. പിന്നെ ഇൻകം ടാക്സും GSTയും കൂടെ നോക്കുമ്പോൾ അവിടെ റീകൺസിലേഷൻ ഇഷ്യൂസ് എന്തായാലും ഈ പറയുന്ന ടേൺ ഓവർ അവരുടെ GSTയിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമ്മുടെ GST സിസ്റ്റത്തിലോട്ട് ഡീറ്റെയിൽസ്, അതായത് തിരിച്ചും കണക്റ്റഡ് ആണ്. ഇൻകം ടാക്സ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ടോട്ടൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും നമ്മുടെ GST ടേൺ ഓവർ എത്രയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ GSTയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ടാക്സിലും വരും. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത്രയും റിലീഫ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് GSTയിൽ റിപ്പോർട്ട് ചെയ്യുന്നോ അതെല്ലാം നമ്മുടെ ഇൻകം ടാക്സിലും റിഫ്ലക്റ്റ് ആവും. ഇനി MSMEക്ക്, ഹോൾസെയിലേഴ്സിന്, ട്രേഡേഴ്സിന് ഇവർക്കെല്ലാം ഈ പറയുന്ന TCS അവോയ്ഡ് ചെയ്തതിലൂടെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ സാലറീഡ് എംപ്ലോയീസിന്റെ ഡിഡക്ഷൻ കൂട്ടിയത്. അപ്പൊ അവർക്ക് ഫ്ലാറ്റ് ഡിഡക്ഷൻ, അതിനകത്ത് ഒരു പ്രൂഫും അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട. അവർക്ക് 75,000 വരെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതിലൊരു പ്രൂഫും അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട. അത് അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴും. ഓക്കെ, അപ്പൊ 1 April 2026 തൊട്ട് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോഴും ഈ ഒരു ഡിഡക്ഷൻ അവർക്ക് കിട്ടും.
സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നേരത്തെ നമ്മുടെ ഓൾഡ് റെജിമിൽ 50,000 ആയിരുന്നു, ന്യൂ റെജിമിൽ 75,000 ഉണ്ട്. ഇത് നമ്മുടെ ടാക്സബിൾ സാലറിയും നമുക്ക് നേരിട്ട് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് നമ്മുടെ പേഴ്സണൽ യൂസിന് നമുക്ക് കൂടുതൽ എമൗണ്ട് കിട്ടും. അത് പ്രത്യേകിച്ച് ഡോക്യുമെന്റ് ഒന്നും തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ട. ആക്ച്വലി പെൻഷനേഴ്സിനും ഈ ഒരു ബെനിഫിറ്റ് അവൈലബിൾ ആണ്. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, പെൻഷനേഴ്സിനും കൂടി ഈ ഒരു ബെനിഫിറ്റ് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഹയർ TDS ഓർ TCS ഫോർ നോൺ ഫയലേഴ്സ്. ഇതിനു മുമ്പ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആൾക്കാർക്ക് TDSഉം TCSഉം ഒക്കെ ഹയർ എമൗണ്ട് ആയിരുന്നു. ഡബിൾ എമൗണ്ട് ഒക്കെ ആയിരുന്നു TDSഉം TCSഉം ആയിട്ട് കട്ട് ചെയ്യുന്നത് പാൻ ഇല്ലാത്തവർക്ക്. അപ്പൊ ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നുമല്ല. അപ്പൊ ഹയർ TDS അല്ലെ TCS റേറ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ട് നോൺ ഫയലേഴ്സിന്റെ. അപ്പൊ അത് ജെനുവിൻ കേസസിന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ഫയൽ ചെയ്യാതിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജെനുവിൻ ആയിട്ടുള്ള കേസുകൾക്കൊക്കെ ഒരു റിലീഫാണ് ഈ പറയുന്ന 206AB ആൻഡ് 206CC എന്ന് പറയുന്ന സെക്ഷൻസ് മാറ്റിയത്. ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് നോ പീനൽ TDS ജസ്റ്റ് ബിക്കോസ് റിട്ടേൺ വാസ് ഇൻ ഫയൽഡ്. അപ്പൊ റിട്ടേൺ ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് പെനാൽറ്റി വരത്തില്ല. പിന്നെ അവിടെ ലിറ്റിഗേഷനും പെൻഡിങ് കേസസും ഒക്കെ ഭയങ്കരമായിട്ട് കുറയും. കാരണം ഈ ഒരു സെക്ഷൻസിനെ റൗണ്ട് ചെയ്ത് ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. കാരണം പാൻ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും അവരുടെ പാൻ അവരുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ബാങ്ക് ട്രാൻസാക്ഷൻസ് എല്ലാം കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ജെനുവിൻ കേസസ് ഈസി ആയിട്ട് തിരിച്ചറിയാം. അതുകൊണ്ടും കൂടാ നമ്മൾ ഈ ഒരു സെക്ഷനെ റിമൂവ് ചെയ്തത്. പിന്നെ സിംപ്ലർ ഡിഡക്ഷൻ സിസ്റ്റം. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ TDS TCSന്റെ ഒക്കെ ലിമിറ്റ് എമൗണ്ട് ത്രഷോൾഡ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പം അത്രയും വലിയ ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ മാത്രം നമ്മൾ TDS കട്ട് ചെയ്താൽ മതി എന്നാക്കിയിട്ടുണ്ട്. പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്. അപ്പോൾ വലിയ വലിയ ഹയർ റേറ്റ് കുറച്ചു എന്നുള്ളത് ഓക്കെ, ബട്ട് നിങ്ങൾ റിട്ടേൺസ് എന്തായാലും ഫയൽ ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. TDS TCS ഉണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ മാർജിനൽ റിലീഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സ് ഇപ്പൊ 1 രൂപയായിരിക്കും നമുക്ക് കൂടിയത്. നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാളും 1 രൂപ നമുക്ക് കൂടി, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റിലീഫിനേക്കാളും 1 രൂപയായിരിക്കും നമുക്ക് കൂടിയത്. അങ്ങനെയാണെങ്കിൽ ആ എൻറ്റയർ എമൗണ്ട് നമുക്ക് ടാക്സബിൾ ആവും. ഇപ്പം 5 ലക്ഷം രൂപയാണ് നമ്മളെ ഇൻകം എങ്കിൽ 5,00,001 രൂപയുണ്ടെങ്കിൽ 5,00,001 രൂപയ്ക്ക് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാനാണ് നമുക്ക് മാർജിനൽ റിലീഫ് കൊണ്ടുവന്നത്. അപ്പൊ സഡൻ ടാക്സ് ബർഡൻ എന്നുള്ള ഷോക്ക് ഒഴിവാക്കി കിട്ടും. ഇപ്പൊ നമ്മൾക്ക് നോക്കാം, നമ്മുടെ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റ് കഴിഞ്ഞിട്ട് ഒരു 10,000 രൂപ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ആ 10,000 രൂപയെ കൂടാൻ പാടില്ല. നമ്മുടെ മാക്സിമം എക്സസ് ഇൻകം എത്രയാണോ അതിനോട് ഈക്വൽ ആയിട്ടുള്ളതായിരിക്കണം മാക്സിമം നമ്മൾ അടയ്ക്കേണ്ട ടാക്സ്. ഒരിക്കലും നമ്മുടെ ടാക്സ് ബർഡൻ എന്ന് പറയുന്നത് ആ എക്സസ് ഇൻകത്തിനേക്കാളും കൂടാൻ പാടില്ല. അപ്പോൾ അൺഫെയർ ആയിട്ടുള്ള ടാക്സ് ഷോക്ക് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് മാർജിനൽ റിലീഫ്. പിന്നെ വന്നിട്ട് ഹയർ ത്രഷോൾഡ് ലിമിറ്റ് ഫോർ TDS ഓൺ വേരിയസ് പേയ്മെന്റ്സ്. പിന്നെ ഹയർ ത്രഷോൾഡ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു TDSന്റെ റേറ്റ് എമൗണ്ടിന് മുമ്പ് 1 lakh ഒക്കെ ആയിരുന്നു വെച്ചിരുന്നത്. 1 lakh എബോവ് ആണ് നിങ്ങളുടെ റെന്റ് എങ്കിൽ, ഇപ്പൊ റെന്റ് ആണെങ്കിൽ ആനുവൽ റെന്റ് നിങ്ങൾക്ക് 1 lakh എബോവ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ TDS കട്ട് ചെയ്യണമെന്നായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, എല്ലാത്തിനും എമൗണ്ട് കൂടുതലാക്കിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ്, റെന്റ്, പ്രൊഫഷണൽ ഫീ, കമ്മീഷൻ, കോൺട്രാക്ട് പേയ്മെന്റ്, ഇതിന്റെ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് എമൗണ്ടുകൾ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സ്പെസിഫിക് എമൗണ്ടിന് മുകളിൽ നിങ്ങൾ പേ ചെയ്യുവാണെങ്കിൽ മാത്രം നിങ്ങൾ TDS കട്ട് ചെയ്താൽ മതി. ആ സ്പെസിഫിക് എമൗണ്ട് എന്നുള്ളത് പലയിടത്തും ചെറിയ ചെറിയ എമൗണ്ടുകളായിരുന്നു, 50,000, 1 lakh ആ ലെവലിലായിരുന്നു. ബട്ട് ആ എമൗണ്ടുകളൊക്കെ കുറച്ചുകൂടി ഹയർ ആക്കി, ത്രഷോൾഡ് ലിമിറ്റ് കുറച്ചുകൂടെ കൂട്ടിയത് കൊണ്ട് ഈ TDSന്റെ ബർഡൻ നോർമൽ പീപ്പിളിന് കുറച്ച് കുറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ TDS കുറയ്ക്കേണ്ട ട്രാൻസാക്ഷൻസ് വളരെ കുറയും. പിന്നെ നമുക്ക് ബെറ്റർ ക്യാഷ് ഫ്ലോ, വർക്കിംഗ് ക്യാപിറ്റലിന്റെ അവൈലബിലിറ്റി നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഒരുപാട് എമൗണ്ട് നമ്മൾ ടാക്സിന്റെ പേരിൽ നമുക്ക് നഷ്ടമാകത്തില്ല, ബ്ലോക്ക് ആകത്തില്ല. പിന്നെ റീഫണ്ട് ക്ലെയിം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു TDS കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് ക്ലെയിമിന് വേണ്ടി മാത്രം കൊടുക്കേണ്ട ആ ഒരു പ്രശ്നവും വരുന്നില്ല. ഇനി സ്മോൾ ടാക്സ് പേയേഴ്സിനെ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാം. ഈ പറയുന്ന TDSന്റെ ഒക്കെ ത്രഷോൾഡ് ലിമിറ്റ് കൂട്ടിയത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ ടാക്സ് പേയേഴ്സിനെയാണ്.
പിന്നെ എസ്പെഷ്യലി ഹെൽപ്ഫുൾ ഫോർ സീനിയർ സിറ്റിസൺസ് ആൻഡ് ഫ്രീലാൻസേഴ്സ്. സീനിയർ സിറ്റിസൺസിനും ഫ്രീലാൻസേഴ്സിനും ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഇവരൊക്കെ ഫ്രീലാൻസേഴ്സ് എസ്പെഷ്യലി അവർ ഏൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഈ പറയുന്ന ചെറിയ ചെറിയ എമൗണ്ടുകളായിരിക്കും. അപ്പൊ അതിൽ നിന്ന് തന്നെ TDS പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ ഇൻകം എന്ന് പറഞ്ഞാൽ വളരെ മീഗർ ഇൻകം ആയിപ്പോ. അപ്പൊ ഇങ്ങനെ TCSന്റെ ത്രഷോൾഡ് ലിമിറ്റ് കൂട്ടിയത് ഫ്രീലാൻസേഴ്സിനും ഭയങ്കര നല്ലതാണ്. അതേപോലെ സീനിയർ സിറ്റിസൺസിനും ബെനിഫിഷ്യൽ ആണ്. പിന്നെ അപ്ഡേറ്റഡ് റിട്ടേണിന്റെ ടൈം ലൈൻ കൂട്ടിയിട്ടുണ്ട്. അപ്ഡേറ്റഡ് റിട്ടേൺ വരുന്നത് നമുക്ക് സെക്ഷൻ 139(8)(a)യിലാണ്. അപ്പൊ മുമ്പുണ്ടായിരുന്ന റൂൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 2 വർഷം വരെ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനല്ല, നമ്മുടെ അസസ്മെന്റ് ഇയർ കഴിഞ്ഞ് 4 വർഷം വരെ നമുക്ക് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ അസസ്മെന്റ് ഇയർ കഴിഞ്ഞിട്ട് 4 വർഷം വരെ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പൊ അതും ഭയങ്കര ഒരു നല്ല റിലീഫാണ്. അപ്പൊ വോളണ്ടറി കംപ്ലയൻസ് എൻകറേജ് ചെയ്യുക, ആൾക്കാർ അവരായിട്ട് തന്നെ മുന്നോട്ട് വരും റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കറക്ഷൻസ് ഒന്നും അധികം ഉണ്ടാവത്തില്ല. പിന്നെ പെൻഡിങ് കേസ്, പെനാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമുക്ക് കുറച്ചുകൂടെ ടൈം തന്നു, നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ ചെയ്ത് തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ട് നമ്മുടെ ടാക്സ് നമുക്ക് പേ ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഒരു അഡീഷണൽ വിൻഡോ ഓപ്പൺ ചെയ്ത് തന്നേക്കാണ്. 4 വർഷം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. പഴയ വർഷങ്ങളിൽ ആ അസസ്മെന്റ് ഇയർ കഴിഞ്ഞു പോയാലും 4 ഇയേഴ്സ് ടൈം ഉണ്ട്. ഇനി ലാസ്റ്റ്, സിംപ്ലിഫൈഡ് ആൻഡ് ഡിജിറ്റൽ ഫസ്റ്റ് ടാക്സ് കംപ്ലയൻസ് അപ്രോച്ച്. അപ്പോൾ ലാസ്റ്റ് പറയുന്ന ഇതാണ്, നമ്മൾ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മുടെ ടാക്സ് സിസ്റ്റം കൊണ്ടുവരാം. അപ്പൊ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന, അതേപോലെ തന്നെ നമ്മളെ ഡിജിറ്റൽ കംപ്ലയൻസ് മൊത്തത്തിൽ ഇപ്പോൾ AI ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇൻകം ടാക്സിൽ. ഇപ്പൊ AI ആയിരിക്കും നമ്മളെ ITR എല്ലാം ചെക്ക് ചെയ്യുന്നതും വെരിഫൈ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അതിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഒരുപാട് കുറയും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നോട്ടീസസ് ഒക്കെ നമുക്ക് കിട്ടും. ചെറിയ മിസ്റ്റേക്സ് ഒക്കെയാണ് നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെയിൽ വരും. ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നമുക്ക് മെയിൽ വരും. ഇപ്പൊ ഈ വർഷം എല്ലാവരും ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ് ഭയങ്കര ലേറ്റ് ആയിട്ട് റീഫണ്ട് ഒക്കെ വന്നത്. മിക്കവർക്കും ഒത്തിരി ലേറ്റ് ആയിട്ട് റീഫണ്ട് ഒക്കെ വന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് ആ ഒരു പ്രശ്നം നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം AI ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റിട്ടേൺസ് ഒക്കെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സ് സിസ്റ്റത്തിനെ ഡീഫോൾട്ട് ആയിട്ട് ഡിജിറ്റൽ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അസസിങ് ഓഫീസറുടെ അല്ലെ ഇൻകം ടാക്സ് ഓഫീസറുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ എന്തെങ്കിലും വലിയ കേസസ് വരുമ്പോൾ മാത്രമായിരിക്കും ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആവുന്നത്. പിന്നെ നമുക്ക് അല്ലാതെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ പ്രീ ഫിൽഡ് ആയിട്ടുള്ള ITR നമുക്ക് അവൈലബിൾ ആണ്. കാരണം നമ്മൾ എന്തൊക്കെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ പാൻ ഡീറ്റെയിൽസിൽ, അതെല്ലാം നമ്മുടെ ITRൽ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. പിന്നെ ഓട്ടോമേറ്റഡ് ഡേറ്റ മാച്ചിങ്, നമ്മുടെ ഡേറ്റ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കയ്യിലുള്ള ഡേറ്റ ആയിട്ട് അവർ മാച്ച് ചെയ്ത് നോക്കും. അപ്പൊ ഓട്ടോമേറ്റഡ് ആയിട്ട് ഡേറ്റ മാച്ചിങ്. ഇപ്പം പിന്നെ റീസെന്റ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഫോറിൻ അസറ്റ്. ഒരുപാട് ആൾക്കാർക്ക് നോട്ടീസ് വന്നു, നിങ്ങൾ ഫോറിൻ അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, റിവൈസ്ഡ് റിട്ടേൺ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് നോട്ടീസ് വന്നു. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് നമ്മുടെ ഫോറിൻ ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഇന്ത്യൻ സിറ്റിസൺസ് ഫോറിൻ അസറ്റ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഫോറിൻ ഇൻകം ഉണ്ടെങ്കിൽ ഗവൺമെന്റിന് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അവർ നമുക്ക് മെയിലുകൾ അയക്കുന്നത്, നമ്മൾ ഫോറിൻ അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പൊ ഇനി അങ്ങോട്ട് ഇതൊക്കെ കൂടുതൽ സ്ട്രിക്റ്റ് ആവത്തതേ ഉള്ളൂ. കാരണം എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ടൂൾസ് തന്നെ അത് മാച്ച് ചെയ്ത് കണ്ടുപിടിക്കും. നമുക്ക് വേറെ എന്തെങ്കിലും അസറ്റ്സ് വല്ലതും ഉണ്ടോ എന്നുള്ളത് അതിന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മളെ പാൻ നമ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫേസ്ലെസ് അസസ്മെന്റ്സ് ആൻഡ് അപ്പീൽസ്. നമ്മൾ പറഞ്ഞു നമുക്കിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇൻകം ടാക്സ് പോർട്ടൽ വഴി തന്നെയാണ് ചെയ്യുന്നത്. നേരിട്ട് നമുക്ക് ഇൻകം ടാക്സ് ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് നമ്മുടെ പോർട്ടലിൽ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാം, നോട്ടീസ് വന്നാൽ അതിന് റിപ്ലൈ കൊടുക്കാം, എല്ലാം കൂടുതലും ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. നേരിട്ട് നമുക്ക് ഓഫീസിൽ പോകേണ്ട ആവശ്യം അങ്ങനെ വരുന്നില്ല. പിന്നെ ഉള്ളത് ഓൺലൈൻ ആയിട്ട് തന്നെയാണ്. നമ്മൾ ചെറിയ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ അതിന് റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്ന റിപ്ലൈ ജെന്യൂൻ ആണെങ്കിൽ അവർ റെസ്പോൺസ് കറക്റ്റ് ആയിട്ട് തരും. അപ്പോൾ ഓൺലൈൻ ഗ്രിവൻസ് റിഡ്രസലും പോസിബിൾ ആണ് നമ്മൾ ഡിജിറ്റൽ ഫസ്റ്റ് എന്നുള്ള പോളിസി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട്. പിന്നെ നമ്മുടെ AIസും TIസും ഒക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും. എല്ലാ പ്രാവശ്യവും നമ്മൾ ആനുവൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയാലും ടോട്ടൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയാലും ഫുള്ളി അപ്ഡേറ്റഡ് ആയിരിക്കും. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ പാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടായിരിക്കും.
ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെയറൻസി, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ട്രാൻസാക്ഷൻ എവിടെ നടന്നിട്ടുണ്ടെങ്കിലും നമുക്കത് കാണാൻ പറ്റും. പിന്നെ ഫാസ്റ്റർ പ്രോസസ്സിംഗ്, ഡിപ്പാർട്ട്മെന്റിന് അറിയാൻ പറ്റും നമ്മുടെ അക്കൗണ്ടിലും അതേപോലെ തന്നെ നമ്മുടെ പാൻ യൂസ് ചെയ്തും എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഹ്യൂമൻ ഇന്റർഫിയറൻസ് കുറയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ കൂടുതലും നമ്മൾ ഡിജിറ്റലി പോകുന്നുള്ളത് കൊണ്ട് അധികം മാനുവൽ ഇന്റർഫിയറൻസ് ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് കറപ്ഷനും എറേഴ്സും ഒക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ഗവേണൻസ് വിഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇൻകം ടാക്സിന്റെ പ്രൊസീജിയേഴ്സിനെ ഡിജിറ്റലൈസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് ബർഡൻ കുറയും, ടാക്സ് ലോ സിംപ്ലിഫൈഡ് ആവും, പിന്നെ വോളണ്ടറി കംപ്ലയൻസ്, നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യണ്ട, അവർ സ്വന്തം ഇഷ്ടപ്രകാരം ആൾക്കാർ അവരുടെ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് തയ്യാറാവും. ഓക്കെ, പിന്നെ ഡിജിറ്റൽ ഫ്രണ്ട്ലി ടാക്സ് എക്കോസിസ്റ്റം. അപ്പോൾ ടാക്സ് നമ്മൾ മാനുവലി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും, നമ്മുടെ റിട്ടേൺസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് പ്രോസസ് ചെയ്ത് കിട്ടും. അപ്പൊ ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2025 വരുമ്പോഴത്തേക്കും ഇൻകം ടാക്സ് ആക്ട് പുതിയത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. താങ്ക് യു.